സാമ്പത്തിക സാക്ഷരതയില്ലായ്മ പ്രവാസികളും അവരുടെ കുടുംബങ്ങളും അനുഭവിക്കുന്ന ഏറ്റവും വലിയ നിർഭാഗ്യങ്ങളിലൊന്നാണിത്. ഇതിനെ മറികടക്കാൻ പിന്നിട്ട കുറേ പതിറ്റാണ്ടുകളായി പ്രവാസ ലോകത്ത് സാമൂഹിക സേവനം നടത്തുന്ന ഒരു വ്യക്തിയുണ്ട്. 54 വർഷം നീണ്ട ആ പ്രവാസ ജീവിതത്തെക്കുറിച്ചാണ് വീക്കെൻഡ് അറേബ്യയിൽ ഇനി. UAE പിറക്കും മുമ്പേ ദുബായിൽ വന്നെത്തിയ മലയാളി. 1970 ജൂലൈയിൽ ക്രൂഷ്യൽ സ്റ്റേറ്റിന്റെ വിസയിലായിരുന്നു ദുബായിൽ കപ്പലിറങ്ങിയത്. 1970 ജൂലൈ 21 തീയതിയാണ് ഞാൻ ദുബൈയിൽ കാലുകുത്തുന്നത്. സർദാന എന്ന് പറഞ്ഞ ഷിപ്പിൽ കടലിൻ്റെ കുറേ ദൂരമാണ് അത് ആങ്കർ ചെയ്തത്. എന്നിട്ട് അവിടുന്ന് ബോട്ടിലാണ് അന്ന് കരക്കെത്തുക. അന്ന് അവിടെ എത്തി എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, അദ്ദേഹത്തിന് ഷാർജയിൽ വന്നു. അന്ന് മുതൽ ഇന്ന് വരെ ഷാർജയിൽ തന്നെ. ഇന്നിപ്പോൾ പ്രവാസ ലോകത്ത് 54 വർഷങ്ങൾ പിന്നിടുകയാണ് KV ശംസുദ്ദീൻ. പിതാവ് തൃശൂർ ചാവക്കാട് അറക്കൽ PC അബൂബക്കർ 2 ഉപദേശങ്ങൾ മകന് നൽകിയിരുന്നു. 1. അനധികൃത മാർഗത്തിൽ നാട്ടിലേക്ക് പണം അയക്കരുത്. 2. സ്വന്തമല്ലാത്ത ഒന്നും മോഹിക്കരുത്. രണ്ടും ഇന്നും പാലിക്കാൻ കഴിഞ്ഞതിൻ്റെ സംതൃപ്തിയിലാണ് ശംസുദ്ദീൻ. ഷാർജയിലെ ഒരു ഓഫീസിലും അതിനുശേഷം ഡിഫൻസിലുമായിരുന്നു ജോലി. 1976 UTIയിൽ നിക്ഷേപം നടത്തി. മറ്റുള്ളവരെയും നിക്ഷേപത്തിന് പ്രേരിപ്പിച്ചു. സ്കൂൾ പഠനകാലത്തെ സ്റ്റാമ്പ് വിൽപ്പനയുടെ ഓർമ്മകളിൽ നിന്നാണ് സാമ്പത്തിക സുരക്ഷയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞത് എന്ന് KV ശംസുദ്ദീൻ. 13 വയസ്സിൽ ഞാൻ ഭാരത് സേവക സമാജിൻ്റെ ഒരു വിദ്യാർത്ഥി പ്രവർത്തകനായിരുന്നു. പല മേഖലകളും അവർക്കുണ്ട്. അതിലെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മേഖല നാഷണൽ സേവിങ് സ്കീമിൻ്റെ പ്രൊമോഷനായിരുന്നു. അപ്പോൾ വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് അതിൽ പങ്കെടുക്കാനുള്ള അവസരം എന്താണെന്ന് പറഞ്ഞാൽ 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാമ്പ് കിട്ടും, 100 സ്റ്റാമ്പ് കിട്ടും. ആ 100 സ്റ്റാമ്പ് നാഷണൽ സേവിങ് സ്റ്റാമ്പ് അത് സുഹൃത്തുക്കളോട് പറയും, ഇന്ന് നമുക്ക് ബസ്സിൽ പോകുന്നതിന് പകരം നടന്നു പോകാം സ്കൂളിലേക്ക്. അപ്പോൾ ഒരു 10 പൈസ സേവ് ചെയ്യുന്നു. ആ 10 പൈസയുടെ ടിക്കറ്റ് കൊടുത്ത് സ്റ്റാമ്പ് കൊടുത്ത് അവരെ കൊണ്ട് ഒരു കാർഡിൽ അത് പതിപ്പിക്കും. അതിനുള്ള പ്രത്യേക കാർഡുണ്ട്. അങ്ങനെ 20 എണ്ണായി 2 രൂപയായല്ലോ. അപ്പോൾ അവർക്ക് പോസ്റ്റ് ഓഫീസിൽ പോയി ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഇതാണ് തുടക്കം. പിന്നീട് UTIയുടെ ഫോറിൻ ഓവർസീസ് ഏജന്റായി. 1991 സ്വന്തം ധനകാര്യ സ്ഥാപനം ആരംഭിച്ചു. മിതവ്യയവും സമ്പാദ്യശീലവും പ്രവാസികളിൽ രൂപപ്പെടുത്താൻ പതിറ്റാണ്ടുകളായി പ്രയത്നിക്കുകയാണ് ഈ സാമൂഹ്യ പ്രവർത്തകൻ. ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ തുടങ്ങി അത് 72-ലാണ്. അന്ന് ഇന്ത്യയിൽ ഏക മ്യൂച്വൽ ഫണ്ടേ ഉള്ളൂ, യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ US 1964 എന്ന് പറഞ്ഞ സ്കീം അതിൽ ചെയ്തു തുടങ്ങി. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് അവർക്കൊണ്ടൊക്കെ ചെയ്യിപ്പിച്ചു. പ്രവാസം മതിയാക്കി നാട്ടിലേക്ക് മടങ്ങിയാലും ആളുകൾ സാമ്പത്തിക സുരക്ഷയിൽ ജീവിക്കണം. ഇതാണ് ശംസുദ്ദീൻ്റെ കാഴ്ചപ്പാട്. എന്നാൽ ചുറ്റും കണ്ടത് മറ്റൊന്ന്. 1.5 പതിറ്റാണ്ട് ഗൾഫിൽ ജോലി ചെയ്തിട്ടും നാട്ടിലേക്ക് വെറും കൈയോടെ മടങ്ങിയ ആ ശ്രീലങ്കക്കാരെ KV ശംസുദ്ദീൻ ഇന്നും മറന്നിട്ടില്ല. 1955 15 വർഷം മുമ്പ് വന്ന 2 വ്യക്തികൾ, ആ 2 വ്യക്തികളും നാട്ടിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ട്രങ്ക്, വലിയ മെറ്റലിൻ്റെ ട്രങ്കിലാണ് സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നത്. അത് കെട്ടിവെച്ചിരിക്കുക. അങ്ങനെ 1-2 മാസം കഴിഞ്ഞിട്ട് ഇവർ പോകുന്നില്ല. അവൻ ചോദിച്ചു, എന്താ പോകാത്തത്? ടിക്കറ്റിന് 136 ദർഹമാണ് അന്നത്തെ. പക്ഷേ അത് കയ്യിലില്ല, അതാരോ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ അവരോട് തന്നെ ചോദിച്ചു, 15 വർഷമായില്ല ഇവിടെ, ഇപ്പോൾ തിരിച്ചു പോകുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥ എന്താണ്? അപ്പോൾ എന്താ ചെയ്യുക? കിട്ടണ പൈസയൊക്കെ വീട്ടിലേക്ക് അയച്ചു കൊടുക്കും, അത് അവരങ്ങ് ചിലവാക്കും. സാധ്യമായ എല്ലാ വേദികളിലും സമ്പാദ്യശീലത്തിലേക്ക് ആളുകളെ കൊണ്ടുവരാനുള്ള അവസരമാക്കി മാറ്റുകയായിരുന്നു ശംസുദ്ദീൻ. പൊതുപരിപാടികൾ മുതൽ വിവിധ മാധ്യമ ഇടപെടലുകൾ വരെ തന്നെ തേടിയെത്തുന്ന ഓരോ ടെലിഫോൺ കോളും
ഈ സന്ദേശം കൈമാറുന്നതിനായാണ് ഈ മനുഷ്യൻ ഉപയോഗപ്പെടുത്തുന്നത്. എനിക്ക് കുറേ സമയം ഒഴിവ് കിട്ടുന്ന ജോലി കിട്ടി. ആ ജോലി എന്ന് പറഞ്ഞാൽ 2 മണി വരെ ജോലിയുള്ളൂ. ഗവൺമെൻറ് മിനിസ്ട്രി ഓഫ് ഡിഫൻസിൽ. അന്ന് സാധാരണ ലാൻഡ് ഫോൺ മാത്രമേ ഉള്ളൂ, മൊബൈൽ ഫോണൊന്നുമില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ധാരാളം ആളുകൾ ഇങ്ങനെ വിളിച്ച് അന്വേഷിക്കും, നിങ്ങളിങ്ങനെ യൂണിറ്റ് ടെസ്റ്റ് ഓഫ് ഇന്ത്യയുടെ US-64 കൊടുക്കുന്നത് അതെന്താണ്, എങ്ങനെയാണെന്നൊക്കെ ചോദിക്കലുണ്ട്. അപ്പോൾ അത് വലിയൊരു ആവേശമായിരുന്നു അങ്ങനെ ചോദിക്കൽ തുടങ്ങിയപ്പോൾ. അവർക്ക് ഇതിങ്ങനെയാണ് ചെയ്ത് കഴിഞ്ഞാൽ 12%, 13% റിട്ടേൺ കിട്ടുന്നുണ്ട് അതിൽ ചെയ്യണമെങ്കിൽ. മാത്രമല്ല ഇങ്ങനെ റെഗുലറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നാട്ടിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും കയ്യിലുണ്ടാവും. ഒറ്റയ്ക്കും കുടുംബമായും പ്രവാസ ലോകത്ത് ജീവിക്കുന്നവർ നിശ്ചിത ശതമാനം തുക മിച്ചം വെക്കണം. ഈ നിർദ്ദേശം ഉൾക്കൊണ്ട ആയിരങ്ങളുണ്ട്. ഇതിലോടുള്ള ആ ഒരു ഇൻട്രസ്റ്റ് അത് മൂപ്പർക്കൊരു പാഷനായിരുന്നു. അതാണ് ശരിക്കും ഓഫീസിട്ട് വന്നാലും അധികം ഉറങ്ങിയിട്ട് അങ്ങനെ ടൈം വേസ്റ്റ് ഒന്നും ചെയ്യില്ല. ആകെ ഇതിനോടുള്ള ആ ഒരു ഇൻട്രസ്റ്റിലാണ് ഇതിങ്ങനെ ഇത്രയും ഡെവലപ്പ് ആവാനുള്ള ഒരു ചാൻസ് ഉണ്ടായത്. ഒന്നും ഇലക്ട്രോണിക് ആയിരുന്നില്ല, എല്ലാം ഫിസിക്കലി ആയിരുന്നു. അപ്പോൾ ഫോം വരുത്തലും ഫില്ല് ചെയ്യലും സ്റ്റാമ്പ് അടിക്കലും സബ് കോഡ് അടിക്കലും എൻവലപ്പിലാക്കലും എല്ലാം കഴിഞ്ഞ് രാത്രി 10-11 മണിക്ക് ഞങ്ങൾ ഓടുപെടുന്നു കുരിയർ സർവീസ് അയക്കാൻ വേണ്ടിയിട്ട്. ഫ്ലൈറ്റ് പോണതിന് മുമ്പ് അവിടെ എത്തണം. അങ്ങനെ കുറച്ച് കാലങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ നിന്നൊക്കെ മാറ്റങ്ങൾ വന്നു. എല്ലാം ഇലക്ട്രോണിക് ഇതിലേക്കായി കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി ഈസിയായി. സമ്പാദ്യത്തോടൊപ്പം വരവു ചെലവുകൾ നിജപ്പെടുത്തണം. അതുമാത്രമാണ് ശംസുദ്ദീന് പ്രവാസികളോടും അവരുടെ കുടുംബത്തോടും പറയാനുള്ളത്. ഫാമിലിയായിട്ട് ജീവിക്കുന്നവരാണെങ്കിൽ നമ്മുടെ വരുമാനത്തിൽ നിന്ന് 20% നിങ്ങൾ മാറ്റിവെക്കണം. ഫാമിലി അല്ല നാട്ടിലായിട്ട് ജീവിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ വരുമാനത്തിൽ നിന്ന് 30% മാറ്റിവെക്കണം. ഞങ്ങൾക്ക് വലിയൊരു ചെറിയൊരു വ്യത്യാസമല്ല പരിചയമില്ല. 54 വർഷം നീണ്ട പ്രവാസ ജീവിതം എന്തു നൽകി? ഈ ചോദ്യത്തിന് ഏറെ ആഹ്ലാദകരമായിരുന്നു മറുപടി. പണം എന്ന് പറഞ്ഞാൽ വ്യക്തിക്കുള്ളതല്ല, സമൂഹത്തിന്. ആ ഒരു സംതൃപ്തി എനിക്ക് വളരെയധികം ഉണ്ട്. അത് കുറേ ആളുകൾ ഉണ്ടാക്കി കൊടുത്തു, സമ്പന്നരാക്കി. പക്ഷേ എനിക്ക് കിട്ടിയെന്ന് അതും വേണ്ടതുപോലൊക്കെ ചെയ്യാൻ സാധിക്കുന്നു. അല്ലാണ്ട് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല ഇന്ന ആളെപ്പോലാവണം, അല്ലെങ്കിൽ ഇത്രയും കോടി ഉണ്ടാവണം, അല്ലെങ്കിൽ ഇന്ന വാഹനം വേണം, ഇന്ന ഇത് വേണം, ഇതൊന്നും ആഗ്രഹിച്ചിട്ടില്ല. എന്താ എനിക്കെന്നുള്ളതിൽ പരിപൂർണ്ണ സംതൃപ്തിയാണ്. ആ സംതൃപ്തിയോടുകൂടി മറ്റുള്ളവരെ സംതൃപ്തരാക്കലാണ് എൻ്റെ സംതൃപ്തി. ജീവിതത്തെ, പ്രവാസത്തെ ഇത്രമാത്രം സംതൃപ്തിയോടെ നോക്കിക്കാണാൻ കഴിയുന്നിടത്താണ് KV ശംസുദ്ദീൻ്റെ വിജയം. ഒരു ബ്രേക്ക് കൂടി, ഉടൻ തിരിച്ചെത്തും.